PSC ഡയറിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നിങ്ങളിൽ ചിലരൊക്കെ ഇപ്പോൾ ചില കൺഫ്യൂഷനിലും ടെൻഷനിലും ഒക്കെ ആണെന്നറിയാം. അപ്പോൾ അതിന് നിങ്ങളുടെ ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഒരു മാറ്റി കോൺഫിഡൻസ് ലെവൽ കൂട്ടിയെടുക്കുന്നതിന് ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയുകയാണ്. എന്നിട്ടാണ് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വർത്തമാനം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോവുക. അപ്പം ഞാൻ പറയുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതായത് ഒരു മന്ദത അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ടെൻഷൻ, അതേപോലെ കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു കൺഫ്യൂഷനൊക്കെ, ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ല. പരീക്ഷ അടുക്കും തോറും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾക്കൊക്കെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. ഇങ്ങനത്തെ ഒരു ഡിപ്രഷൻ ഒക്കെ വരിക, അല്ലെങ്കിൽ ഒരു ടെൻഷൻ, കൺഫ്യൂഷൻ, കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ വരുന്നത് സാധാരണമാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം അറിഞ്ഞിട്ടാണ് നമ്മളത് മാറ്റേണ്ടത്. ഇവിടെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന്, അവർ ഉദ്ദേശിച്ച പോലെ പോർഷൻസ് തീർക്കാൻ പറ്റാതെ വരുന്നതാണ്. സാഹചര്യങ്ങൾ കൊണ്ടാകാം. അവരുദ്ദേശിച്ച പോലെ പോർഷൻസ് തീർക്കാൻ, പോർഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് അല്ല, ചിലപ്പോൾ ഇവർ ഉദ്ദേശിച്ച് വയ്ക്കുന്ന ഒരു സ്പെസിഫിക് ടോപ്പിക്കുകളൊക്കെ കാണും. പരീക്ഷയ്ക്ക് മുൻപേ തീർക്കണമെന്ന് ആഗ്രഹിച്ച ടോപ്പിക്കുകൾ, അത് തീർക്കാതിരിക്കുമ്പോൾ ഒരു വിഷമവും ടെൻഷനൊക്കെ ഉണ്ടാകും. ഇനി ചില ആൾക്കാരെ സംബന്ധിച്ച്, ചില ആൾക്കാർ ഓൾറെഡി ഇപ്പോൾ സിലബസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചൊരു കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരെല്ലാം സിലബസ് കവർ ചെയ്തു, പക്ഷേ എല്ലാം പുക പോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന പോലെ ഒരു പെട്ടെന്നൊരു ടെൻഷനും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മറികടക്കാനുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഒന്നെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഇനി മറ്റുള്ളവരെ സംബന്ധിച്ച് പഠിക്കാനുള്ള പെട്ടെന്ന് തീർക്കേണ്ട ടോപ്പിക് എന്താണോ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് അടുത്ത 2-3 ദിവസങ്ങളിൽ നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 1.5 മണിക്കൂർ പഠിച്ചു പോയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മാർക്ക് കൂടുതൽ കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം റിവിഷൻ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഉദ്ദേശിച്ച ടോപ്പിക്ക് തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് ആ ടോപ്പിക്ക് തീർക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ ആ ഒരു ടെൻഷൻ ഒന്ന് മാറി കിട്ടും, ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് മറികടക്കാൻ പറ്റുന്നത്. ഇതില്ലാത്തടത്തോളം കാലം നമ്മൾ എപ്പോഴും ഒരു കൺഫ്യൂഷനിലായിരിക്കും. കാരണം ഇനി പരീക്ഷ അടുത്ത് വരുന്നല്ലോ, ഞാൻ എന്ത് പഠിക്കും, എവിടെ തുടങ്ങും, എന്തെടുത്ത് പഠിക്കണം, ഇംഗ്ലീഷോ ഇത് ഏത് ടെക്സ്റ്റ് നോക്കണം, ഏത് യൂട്യൂബ് ചാനൽ നോക്കണം, ആകെ കൺഫ്യൂഷനാണ്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാത്തിൻ്റെയും പുറകെ നടന്ന് എങ്ങനെ നിങ്ങളിത് മോട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിനേക്കാൾ നല്ലത്, കിട്ടുന്ന സമയം, നമുക്ക് ഇത്രയും സമയം കിട്ടുന്നുള്ളൂ, ആ സമയം എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തുക. അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കുകൾ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് തീർക്കേണ്ട ടോപ്പിക്കുകൾ എഴുതി വയ്ക്കുക. അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക. മസ്റ്റായിട്ട് റിവിഷൻ നടത്തുക. റിവിഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഓരോന്നും വ്യക്തമായി പറയാം. അടുത്ത ക്ലാസ്സിൽ റിവിഷൻ എങ്ങനെയാണ് റിവിഷൻ്റെ പ്രാധാന്യം എന്ന് പറയാം. അത് കഴിയുമ്പോൾ കോൺഫിഡൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഓരോ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് എടുത്ത് അത് കേൾക്കുക. അത് താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് പോകുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിലെ അന്തസ്രാവി വ്യവസ്ഥ എന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി മനുഷ്യ ശരീരവും അതേപോലെ തന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥയും രക്തപര്യന വ്യവസ്ഥയും കഴിഞ്ഞു. അപ്പോൾ അന്തസ്രാവി വ്യവസ്ഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ, പ്രത്യേകിച്ച് പ്രസ്താവന ചോദ്യങ്ങളുടെ 20 സെറ്റിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പോയിന്റിലേക്ക് കിടക്കാം. അന്തസ്രാവി വ്യവസ്ഥ, കരൾ ആണ് നമ്മൾ ആദ്യം പഠിക്കുന്ന അവയവം. ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂറിയയും ഏറ്റവും കൂടുതൽ എൻസൈമുകളും ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ ഫൈബ്രിനോജൻ നിർമ്മിക്കുന്ന അവയവമാണ് നമ്മുടെ കരൾ. മനുഷ്യ ശരീരത്തിൽ ഫൈബ്രിനോജൻ നിർമ്മിക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പുനരുജ്ജീവന ശേഷിയുള്ള ഏക ആന്തരാവയവമാണ് കരൾ. അല്ലേ? നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് മകള് കരള് പകുത്തു നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ്, അല്ലേ? അമ്മയ്ക്ക് മകള് കരള് പകുത്തു നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്, അല്ലേ? അപ്പോൾ അതെങ്ങനെ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും നമ്മുടെ കരളാണ്. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവവും നമ്മുടെ കരളാണ്.
മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് കരളാണ്. രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നതും കരളാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന പ്രീവിയസ് പോയിന്റുകളാണ് അല്ലേ? ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. കരള് ഏറ്റവും കൂടുതൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നു, ഏറ്റവും കൂടുതൽ എൻസൈമുകളെ ഉൽപ്പാദിപ്പിക്കുന്നു, ഫൈബ്രിനോജൻ നിർമ്മിക്കുന്ന അവയവമാണ്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു, പുനരുജ്ജീവന ശേഷിയുള്ള ഏക ആന്തരാവയവമാണ് കരള്, അതേപോലെ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നു, വിഷവസ്തുക്കളെ നശിപ്പിക്കുന്നു, അതേപോലെ മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നതും കരളാണ് അല്ലേ? ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ നടത്താറുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ, ഇത് അതിലേക്ക് കൊടുത്ത് ഹൃദയം നമ്മുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു ബോക്സിൽ കൊടുത്തിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് നോക്കാം. ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബെർണാഡാണ്. ക്രിസ്ത്യൻ ബെർണാഡ് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഏതു വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്? അത് ലൂയി വാഷ്കാൻസ്കിയാണ്. അപ്പോൾ ഈ ലൂയി വാഷ്കാൻസ്കി എന്ന വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിൽ ദാതാവ് ആരായിരുന്നു? അത് ഡെന്നിസ് ആൻഡ് ഡാർവലാണ്. ഡെന്നിസ് ആൻഡ് ഡാർവൽ. അപ്പം 3 പേരെ അറിഞ്ഞിരിക്കുക. ക്രിസ്ത്യൻ ബെർണാഡാണ് ലോകത്ത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അദ്ദേഹത്തിന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടിയിട്ട് ഹൃദയം കൊടുത്ത ദാതാവ് ആരെന്ന് ചോദിച്ചാൽ ഡെന്നിസ് ആൻഡ് ഡാർവലാണ് അല്ലേ? ഡെന്നിസ് ആൻഡ് ഡാർവലിൻ്റെ ഹൃദയമാണ് ആർക്ക് വെച്ചത്? ലൂയിസ് വാഷ്കാൻസിക്ക് വെച്ചത് അല്ലേ? അപ്പോൾ ഏതു വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് ലൂയിസ് വാഷ്കാൻസ്കിയാണ്. അതേപോലെ ആരുടെ ഹൃദയമാണ് കൊടുത്തത്? ഡെന്നിസ് ആൻഡ് ഡാർവലാണ്. ആരാണ് ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത്? അത് ക്രിസ്ത്യൻ ബെർണാഡാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് പി വേണുഗോപാൽ എന്ന ഡോക്ടറാണ്. പി വേണുഗോപാൽ. ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയിലേക്ക് വരാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ചു വയ്ക്കുന്ന അവയവം ഏതാണ്? അത് കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ച് വെച്ചിരിക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളാണ് അല്ലേ? അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം എന്നറിയപ്പെടുന്നതും കരൾ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ശേഖരിച്ച് വെച്ചിരിക്കുന്ന അവയവം കരളാണ്. അടുത്തൊരു പോയിന്റ്, ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിൻ്റെ അംശങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്ന അവയവവും ഏത് തന്നെയാണ്? കരളാണ്. അപ്പോൾ ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിൻ്റെ അംശങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്ന അവയവം കരളാണ്. ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന അവയവം കരളാണ്. ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന അവയവം ഏതാണ്? കരളാണ് അല്ലേ? ശരീരത്തിൽ നിന്ന് വിറ്റാമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിൻ്റെ അംശങ്ങളെയും സംഭരിച്ചു വയ്ക്കുന്നു. ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്ന അവയവം കരളാണ്. രക്തത്തിലെ അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്ന അവയവം ഏതാണ്? അതും കരളാണ്. രക്തത്തിലെ അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്ന അവയവവും കരളാണ്. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ശേഖരിക്കുന്ന അവയവം അല്ലേ? ഇവിടെ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ശേഖരിക്കുന്ന, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റോർ ചെയ്യുന്ന അവയവമാണ് കരൾ. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ശേഖരിക്കുന്ന അവയവം ഏതാണ്? അത് കരളാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് അല്ലേ? ഫൈബ്രിനോജൻ ഉദാഹരണമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. മഞ്ഞപ്പിത്തം പ്രധാനമായും ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരളിനെയാണ്. മഞ്ഞപ്പിത്തം പ്രധാനമായും കരളിനെയാണ് ബാധിക്കുന്നത്. ഏറ്റവും സാധാരണമായ കരൾ രോഗം ഏതാണ്? അത് മഞ്ഞപ്പിത്തമാണ്. ഏറ്റവും സാധാരണമായ കരൾ രോഗം എന്നറിയപ്പെടുന്നത് മഞ്ഞപ്പിത്തമാണ്. കരൾ കോശങ്ങൾ നശിക്കുന്ന രോഗമാണ് സീറോസിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ സീറോസിസ് എന്താണ്? കരൾ കോശങ്ങൾ നശിക്കുന്ന രോഗമാണ് സീറോസിസ്. മഞ്ഞപ്പിത്തത്തിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും സാധാരണമായ കരൾ രോഗമാണ് മഞ്ഞപ്പിത്തം. കരളിൽ സംഭരിക്കുന്ന ലോഹം ചോദിച്ചാൽ അത് ഇരുമ്പാണ്. കരളിൽ സംഭരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി എന്നറിയപ്പെടുന്നു. അമിതമായി ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത്? കരളിന് അല്ലേ? ലഹരി, ഇപ്പം മദ്യപാനം കരളിനെ നശിപ്പിക്കുന്നു അല്ലേ? സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പരസ്യമൊക്കെ കാണിക്കാറില്ലേ? അമിതമായി ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത്? കരളിന്. 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ, എന്താണ് F? ഫിയർ,
ഫൈറ്റ്, ഫ്ലൈറ്റ് എന്നിവയാണ് 3 എഫുകൾ അല്ലേ. 3F ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. അപ്പോൾ 3F എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫിയർ, ഫൈറ്റ്, ഫ്ലൈറ്റ് എന്നിവയാണ് 3 എഫുകൾ. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് എപ്പിനെഫ്രിൻ ആണ്. എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ അല്ലേ, എപ്പിനെഫ്രിൻ ആണ്. അപ്പോൾ എന്താണ്? അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥിയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥിയാണ്. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിനാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിൻ, അതേപോലെ നോർ അഡ്രിനാലിൻ അല്ലേ. അതിൻ്റെ മറ്റു പേരാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ എപ്പിനെഫ്രിൻ, നോർ അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ നോർ എപ്പിനെഫ്രിൻ എന്നാണ്. അപ്പോൾ അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണ്? അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നിവയാണ്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനോ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. എപ്പിനെഫ്രിൻ അല്ലെ, അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. എന്താണ്? ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ പെട്ടെന്ന് ഓടി വരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നെങ്കിൽ അതിനെ തിരിച്ച് കടിക്കാൻ വരുന്ന പട്ടി ഒന്നെങ്കിൽ നമ്മൾ വടിയെടുക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടിക്കളയണം അല്ലേ. അപ്പോൾ എന്താണോ ചെയ്യേണ്ടത്, പെട്ടെന്ന് നമുക്ക് ആ ഒരു തോന്നൽ, ആ പ്രതികരണ ശേഷി ഉണ്ടാകുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ അത് എപ്പിനെഫ്രിൻ ആണ്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനോ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോൺ എപ്പിനെഫ്രിൻ ആണ് അല്ലേ. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? അത് കോർട്ടിസോള്, അതേപോലെ അൾഡോസ്റ്റിറോൺ, പിന്നെ ലൈംഗിക ഹോർമോണുകൾ എന്നിവയാണ്. അത് അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോള്, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. അടിയന്തര ഹോർമോൺ അഥവാ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. അതിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഒരു അടിയന്തര ഹോർമോൺ, ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വരുന്നതിന് ഉദാഹരണമായിട്ട് എടുക്കാം. പെട്ടെന്ന് പട്ടി കടിക്കാനായിട്ട് ഓടി വരുമ്പോൾ അല്ലെ, ഒരു അടിയന്തര സാഹചര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു എമർജൻസിയാണ്. ആ എമർജൻസി സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നത് അഡ്രിനാലിനാണ്. അഡ്രിനാലിൻ പെട്ടെന്ന് സ്രവിക്കപ്പെട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അതിനെ തിരിച്ച് പ്രതികരിച്ച് നിൽക്കാൻ തോന്നും, അല്ലെങ്കിൽ ഓടിക്കളയാൻ തോന്നും. അപ്പോൾ ഇതിന് സജ്ജമാക്കുന്നത് അല്ലെ, എമർജൻസി സിറ്റുവേഷനെ നമ്മളെ സജ്ജമാക്കുന്ന ഇതുകൊണ്ടാണ് അതിന് എമർജൻസി ഹോർമോൺ എന്നൂടെ പേര് വരുന്നത് അല്ലെ. അടിയന്തര ഹോർമോൺ അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. രക്തപര്യനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിനാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? അതും അഡ്രിനാലിനാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് അഡ്രിനാലിനാണ്. രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. ശരീരത്തിൽ വീക്കം, അതുപോലെ അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോളാണ്. ശരീരത്തിൽ വീക്കം അഥവാ അല്ലെങ്കിൽ അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോളാണ്. പല അലർജി പ്രോബ്ലംസ് പലർക്കും ഉണ്ട് അല്ലേ, പല രീതിയിൽ അലർജി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ അലർജിയൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഇല്ലാതാക്കാൻ ഏത് ഹോർമോൺ വേണം? കോർട്ടിസോൾ അല്ലേ. കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴായിരിക്കും ഈ അലർജിയും വീക്കവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് കോർട്ടിസോൾ വേണം. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. എന്താണ് സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത്? നോർ അഡ്രിനാലിൻ ആണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ അൾഡോസ്റ്റിറോൺ ആണ്. അൾഡോസ്റ്റിറോൺ അല്ലേ, അൾഡോസ്റ്റിറോൺ. അപ്പോൾ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏതാണ്? അൾഡോസ്റ്റിറോൺ ആണ്. അന്തസ്രാവി വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. എന്താണ്? അന്തസ്രാവി വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥി ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അന്തസ്രാവി വ്യവസ്ഥയുടെ നിയന്ത്രകൻ ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന വാസോപ്രസിൻ ഹോർമോണിന്റെ അഭാവത്താൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നാണ്. അരോചക പ്രമേഹം എന്നറിയപ്പെടുന്നു. അരോചക പ്രമേഹം അല്ല, ഇവിടെ ആ ഇൻസിപ്പിഡസ് എന്നൊരു വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് കാണുകയാണെങ്കിൽ അത് ഏതാണ്? ഈ പറയുന്ന അരോചക പ്രമേഹമാണ് അല്ലേ. അത് വാസോപ്രസിൻ എന്ന ഹോർമോണിന്റെ കുറവ് മൂലമാണെന്ന് മനസ്സിലാക്കാം. ഡയബറ്റിസ് സാധാരണ നമ്മുടെ പ്രമേഹം ഉണ്ടല്ലോ, അത് ഷുഗർ അല്ലെ, സാധാരണ നമ്മൾ ഷുഗർ എന്നറിയപ്പെടുന്ന പ്രമേഹം, അത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇത് ഡയബറ്റിസ് ഇൻസിപ്പിഡസും. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന വാസോപ്രസിൻ ഹോർമോണിന്റെ അഭാവത്താൽ ധാരാളമായി മൂത്രം പോകുന്ന രോഗാവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് അഥവാ അരോചക പ്രമേഹം എന്നറിയപ്പെടുന്നത്.
അടുത്തൊരു പോയിന്റ് നോക്കാം. മൂത്രത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ്. മൂത്രത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിനാണ്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിനാണ്. ADH എന്നറിയപ്പെടും. ആന്റി ഡയൂററ്റിക് ഹോർമോൺ ADH. ഗർഭാശയ ഭിത്തിയിലെ മിനുസ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിനാണ്. അപ്പോൾ എന്താണ്? ഗർഭാശയ ഭിത്തിയിലെ മിനുസ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഓക്സിറ്റോസിനാണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനുകളും, അല്ലേ? ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? വാസോപ്രസിനും ഓക്സിറ്റോസിനുമാണ്. വേനൽക്കാലത്ത് ഉൽപ്പാദനം കൂടുകയും മഴക്കാലത്ത് ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് ഉൽപ്പാദനം കൂടുകയും മഴക്കാലത്ത് ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. പാൻക്രിയാസിലെ ഏത് കോശ സമൂഹമാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായത്? അത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. പാൻക്രിയാസിലെ ഏത് കോശ സമൂഹമാണ് ഹോർമോണുകൾ ഉൽപ്പാദിക്കാൻ സഹായിക്കുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ, ശ്രദ്ധിച്ച് കേൾക്കണം, ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ബീറ്റാ കോശങ്ങൾ. അതേപോലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഗ്ലൂക്കഗോൺ ആണ്. അപ്പോൾ നമ്മുടെ പാൻക്രിയാസ് എന്നൊരു അവയവം നിങ്ങൾ മനസ്സിലാലോചിക്കുക. ആ അവയവത്തിൽ, പാൻക്രിയാസ് എന്ന അവയവത്തിൽ ഒരു കോശ സമൂഹമുണ്ട്, അതായത് കോശങ്ങളുടെ കൂട്ടം. ആ കോശ സമൂഹം അറിയപ്പെടുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ്. അതായത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ കാണുന്ന ഒരു കോശ സമൂഹമുണ്ട്. ആ കോശ സമൂഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് ആ കോശ സമൂഹം അറിയപ്പെടുന്നത്. ആ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിനും ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോണുമാണ്. ഇവരാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസ് അഥവാ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഈ പറയുന്ന ഗ്ലൂക്കഗോണും ഇൻസുലിനും ചേർന്നിട്ടാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്നറിയപ്പെടുന്നത്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ആണ്, അല്ലേ? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും, അല്ലേ? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. ശരിക്കും ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണും എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. എവിടെ നിന്നാണ്? പാൻക്രിയാസിലെ കോശ സമൂഹമായിട്ടുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണും ബീറ്റാ കോശങ്ങൾ ഇൻസുലിനും ഉൽപ്പാദിപ്പിക്കുന്നു. പ്രമേഹത്തിന്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്, അല്ലെ? പ്രമേഹത്തിന്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൽ നമുക്കറിയാമല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ദഹിച്ച് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നുണ്ട്. ആ ഗ്ലൂക്കോസ് പിന്നീട് ഊർജ്ജമാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം ഉള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? അതായത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് ദഹിച്ച് കിട്ടുന്ന ഗ്ലൂക്കോസ്, അധികമുള്ള ഗ്ലൂക്കോസ് നമ്മൾ ഊർജ്ജമാക്കി മാറ്റിയതിന് ശേഷമുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? രക്തത്തിലൊക്കെ കാണും, അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് രക്തത്തിൽ പരിശോധിക്കുമ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്തുണ്ട്? നമ്മൾ ഡയബറ്റിക് ആണെന്ന് മനസ്സിലാകും. അതാണ് പറയുന്നത്, അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇൻസുലിന്റെ മോണോമർ അമിനോ ആസിഡ് ആണ്, അല്ലേ? ഇൻസുലിന്റെ മോണോമർ എന്താണ്? അത് അമിനോ ആസിഡുകളാണ്. ഇൻസുലിന്റെ മോണോമർ എന്നറിയപ്പെടുന്നത് ഇൻസുലിനിന്റെ മോണോമർ എന്നറിയപ്പെടുന്നത് എന്താണ്? അമിനോ ആസിഡുകളാണ്. ഇൻസുലിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്നറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ വാസോപ്രസിൻ്റെ എന്താണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. ഇവിടെ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രമേഹം എന്ന് പറയുന്നത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് അരോചക പ്രമേഹം എന്ന് പറയുന്നത്, അല്ലേ? മൂത്രം കൂടുതലായിട്ട് പോകുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ശരിക്കും പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിനാണ്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? അത് ആഗ്നേയഗ്രന്ഥിയാണ്. ആഗ്നേയഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ആഗ്നേയഗ്രന്ഥി. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ്? കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ടൈപ്പ് 1 പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും ഒക്കെ ഓൾറെഡി PSCക്ക് ഇപ്പോൾ അടുത്തിടെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ്? ടൈപ്പ് 1 പ്രമേഹമാണ്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹം ഏതാണ്? അത് ഗസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം
ഇൻസുലിൻ ഉൽപാദനത്തിലെ തകരാറാണ്. മുതിർന്നവരിൽ കണ്ടുവരുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹം ആരിലാണ് കണ്ടുവരുന്നത്? മുതിർന്നവരിൽ. ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. ഇതൊക്കെ നിങ്ങൾ നോക്കുക, ഈ ടൈപ്പ് 1 ടൈപ്പ് 2 വെച്ചിട്ട് പ്രസ്താവനകളായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ്. ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ ഉൽപാദനത്തിലെ തകരാറാണ്. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹമാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇൻസുലിൻ ഉൽപാദനത്തിലെ തകരാറാണ്. ഇനി ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് മുതിർന്നവരിൽ കണ്ടുവരുന്ന പ്രമേഹമാണ്. ഇവിടെ ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ എന്താണ്? ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം കുട്ടികളുടെ കാരണം വെച്ചാൽ ഇൻസുലിൻ ഉൽപാദനത്തിലെ തകരാറാണെങ്കിൽ ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ടൈപ്പ് 1 ടൈപ്പ് 2 പ്രമേഹം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളൊക്കെ വെച്ചിട്ട് പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. ലോക പ്രമേഹ ദിനം എന്നറിയപ്പെടുന്നത് നവംബർ 14 വേൾഡ് ഡയബറ്റിക് ഡേ നവംബർ 14 നമുക്കറിയാം. ഇനി കോവിഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. കോവിഡ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലാണ്. ബേസിക് ഫാക്റ്റാണ്, അറിയാം. കൊറോണ വൈറസ് ഡിസീസിന് കാരണമായ രോഗാണു ഏതെന്ന് ചോദിച്ചാൽ അത് SARS-CoV-2 വൈറസ് ആണ് കേട്ടോ. SARS-CoV-2 വൈറസ്, അത് SARS-CoV-2 എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. SARS-CoV-2 വൈറസ്. ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷനാരെന്ന് ചോദിച്ചാൽ അത് വില്യം ഷേക്സ്പിയർ ആണ്. ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷൻ വില്യം ഷേക്സ്പിയർ ആണ്. ഇത് വില്യം ഷേക്സ്പിയർ എന്നാണ്. ഇതിൽ കേൾക്കുമ്പോൾ നമുക്കൊരു വൈരുദ്ധ്യം തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. ആ പോയിന്റ് എന്തായാലും അങ്ങനെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് അതിൻ്റെ ക്ലിയർ ചെയ്തെടുക്കാം. ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷനെന്ന് കാണിക്കുന്നത് വില്യം ഷേക്സ്പിയർ എന്നാണ് ഈ PSC ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കത് അങ്ങനെ നിൽക്കട്ടെ, അതൊരു കൺഫ്യൂഷനാണ്, നമുക്കത് ക്ലിയർ ചെയ്യാം. ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി എന്ന് പറയുന്നത് മാർഗരറ്റ് കീനൻ ആണ്. ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി മാർഗരറ്റ് കീനൻ. ഒരുപക്ഷെ വില്യം ഷേക്സ്പിയർ എന്ന് നമുക്കൊരാളെ മാത്രം അറിയുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇതൊന്നും ഞാൻ ഇതിൻ്റെ നോക്കിയിട്ടില്ല, നമുക്ക് നോക്കിയിട്ട് പറയാം. ചിലപ്പോൾ ഇനി മറ്റേതെങ്കിലും മനുഷ്യർക്കും ഇങ്ങനൊരു പേരുണ്ടെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് ഇതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എല്ലാവർക്കും അത് ഉപയോഗമായിരിക്കും. ലോകത്ത് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച പുരുഷൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസ്, നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് നോക്കാം. പ്രമേഹം കാരണം ഉണ്ടാകുന്ന നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു രോഗമാണ് കേട്ടോ, ഡയബറ്റിക് റെറ്റിനോപ്പതി. അതിലേക്കൊന്നും ആരും എത്താതിരിക്കട്ടെ. പ്രമേഹം കാരണം ഉണ്ടാകുന്ന നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ഇൻസുലിൻ അറിയപ്പെടുന്ന പേരാണ് ഹ്യൂമിലിൻ. അറിയപ്പെടുന്ന പേരെന്താണ്? ഹ്യൂമിലിൻ ആണ്. ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ വകഭേദമാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ വകഭേദം ഏതാണ്? ടൈപ്പ് 2 പ്രമേഹമാണ്. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്നറിയപ്പെടുന്നത്. ഗ്ലൂക്കഗോൺ എന്നറിയപ്പെടുന്നത്. ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസുലിനാണ്. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ്? അത് പീനിയൽ ഗ്രന്ഥി. രാത്രികാലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പകൽ സമയത്ത് കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത്. ഈ മെലാട്ടോണിൻ നമ്മുടെ രക്തത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ രാത്രികാലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഉറക്കം തോന്നും. പകൽ സമയത്ത് അത് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഉറക്കം വിട്ട് എണീക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ രാത്രി ഉറക്കം നിൽക്കരുത്. കൃത്യമായിട്ട് നമ്മൾ രാത്രി ഉറങ്ങേണ്ട ഒരു ഗണത്തിൽപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ രാത്രിയിലെ ഉറക്കം പരമാവധി കളയാതിരിക്കുക. കറക്റ്റ് ഒരു 7-8 മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങുക. രാത്രികാലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പകൽ സമയത്ത് കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. ഏതാണ്? മെലാട്ടോണിൻ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥിയാണ് അല്ലേ. പൈനിയൽ ഗ്രന്ഥി കറക്റ്റായിട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുകയും കൃത്യമായിട്ട് രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് പൈനിയൽ ഗ്രന്ഥി അല്ലേ, ജൈവ ഘടികാരം. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം
പാലിക്കാൻ സഹായകമായ ഹോർമോൺ മെലാറ്റോണിൻ ആണ്. പറഞ്ഞല്ലോ, രാത്രി മെലാറ്റോണിൻ്റെ അളവ് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് ഉറക്കം തോന്നുകയും ഉറങ്ങുകയും ചെയ്യും. രാവിലെ മെലാറ്റോണിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മൾ ഉറക്കം വിട്ട് എഴുന്നേക്കും. അങ്ങനെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്നു മെലാറ്റോണിൻ. അൾഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥിയാണ്. അൾഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥിയാണ്, അല്ലെ. മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ നായക ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പോൾ പീയൂഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മറ്റ് പേരുകൾ എന്തൊക്കെയാണ്? മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ മാസ്റ്റർ ഗ്രന്ഥി അല്ലെങ്കിൽ നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അസ്ഥി വികാസവുമായി ബന്ധപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി. അസ്ഥി വികാസവുമായി ബന്ധപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമായ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമായ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ലൂട്ടിയോട്രോപ്പിക് ഹോർമോൺ LTH എന്നറിയപ്പെടും. ലൂട്ടിയോട്രോപ്പിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രോലാക്റ്റിൻ ആണ്. LTH ലൂട്ടിയോട്രോപ്പിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് പ്രോലാക്റ്റിൻ ആണ്. വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെ. വളർച്ചാ ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? അത് സൊമാറ്റോട്രോപ്പിനാണ്. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിനാണ്. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. വളർച്ചാഘട്ടം എന്ന് പറയുന്ന അറിയാമല്ലോ, ശൈശവം എന്നല്ല, ഏകദേശം ഒരു 10-18 വയസ്സ് വരെയൊക്കെ അല്ലെ നമ്മൾ വളരുന്ന ടൈമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വളർച്ച ഉണ്ടാക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപ്പിനാണ്. ഇതിൻ്റെ അളവ് കൂടിയാൽ ഭീമാകാരത്വവും സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കുറഞ്ഞാൽ വാമനത്വവും ഡ്വാർഫിനിസവും ഉണ്ടാവും, അല്ലേ. ഭീമാകാരത്വം എന്ന് പറഞ്ഞാൽ ജൈജാൻറ്റിനിസവും വാമനത്വം ഡ്വാർഫിനിസവുമാണ്, അല്ലേ. വളർച്ചാ ഘട്ടത്തിന് ശേഷം അതായത് വളരേണ്ട ഘട്ടം ഉണ്ടല്ലോ, അത് ഒരു ഏകദേശം ഒരു 18 അല്ലെ, ആ ഒരു കാലം കരുതി പറയുന്നുണ്ട്, 18-20 വയസ്സ് വരെയൊക്കെയാണ്, അല്ലേ. അതിന് ശേഷം വളർച്ചാഘട്ടം കഴിഞ്ഞതിന് ശേഷം വളർച്ചാ ഹോർമോണിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമെഗലി എന്ന് പറയുന്നത്, അല്ലേ. അക്രോമെഗലി ഉള്ളവരെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മളെ അറിയാൻ പറ്റും. അവരുടെ താടിയല്ലുകളൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര കണ്ടാലേ നമുക്കറിയാൻ പറ്റും. അവരുടെ മുഖത്തിൻ്റെ താടിയല്ലുകളൊക്കെ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരെ കാണുമ്പോഴേ മനസ്സിലാകും. അപ്പോൾ വളർച്ചാഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന ശാരീരിക വൈകല്യമാണ് അക്രോമെഗലി. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഹോർമോണുകളുടെ പേര് ട്രോപ്പിക് ഹോർമോണുകൾ എന്നാണ്. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഹോർമോണുകളുടെ പേരെന്താണ്? ട്രോപ്പിക് ഹോർമോൺ എന്നാണ്. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് എന്നറിയപ്പെടുന്നത്, അല്ലേ. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? തൈമോസിൻ എന്നാണ്, അല്ലേ. യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്, അല്ലേ. യൗവനകാലം വരെ മാത്രമേ ഈ ഗ്രന്ഥിയുള്ളൂ, അല്ലേ. യൗവനകാലം കഴിഞ്ഞാൽ പിന്നീട് തൈമസ് ഗ്രന്ഥി ഇല്ല, അല്ലേ. പിന്നീട് നമ്മൾ വാർദ്ധക്യമാണ്, അല്ലേ. ഈ തൈമസ് ശരിക്കും വാർദ്ധക്യം വരാനുള്ള കാരണം ഇതാണ്. എന്താണ്? തൈമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നിലയ്ക്കും. അപ്പോൾ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ ആകുമ്പോഴാണ് പിന്നീട് ശാരീരിക മാറ്റങ്ങൾ വരുന്നത്, പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്, അല്ലേ. എങ്ങനെ മുടി നരച്ച്, അല്ലേ, പിന്നെ തൊലിയൊക്കെ ചുളിഞ്ഞ് അങ്ങനെ വരുന്നത് ഇതാണ്. അപ്പോൾ തൈമോസിനാണ് യുവത്വം നിലനിർത്തുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ജുവനൈൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് തൈമസ് ആണ്. ജുവനൈൽ ഗ്ലാൻഡ് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ടി എന്നുള്ളത് കേട്ടോ. ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്നത് തൈമോസിൻ. അപ്പോൾ രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുണ്ട്. അതിലൊരു തരം ലിംഫോസൈറ്റാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിനാണ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ തൈറോക്സിനാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള അവർക്കറിയാം, അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ തൈറോയിഡിൻ്റെ അളവ് ചെക്ക് ചെയ്യാറുണ്ട്, അല്ലേ. തൈറോയിഡിൻ്റെ അളവ് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ നിർദ്ദേശിക്കും. കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിനനുസരിച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. കാരണം എന്താ? ഹോർമോണിൻ്റെ ഇൻബാലൻസിങ് ഉണ്ടെങ്കിൽ, തൈറോക്സിൻ്റെ ഇൻബാലൻസിങ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും
മസ്തിഷ്ക വളർച്ച കറക്റ്റായിട്ട് നടക്കില്ല. അതുമൂലം എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞായിരിക്കും ജനിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസിയുടെ ടൈമിന് ആരംഭിക്കുമ്പോൾ തന്നെ തൈറോയിഡ് ചെക്ക് ചെയ്ത് ആവശ്യമായ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മളിപ്പോൾ സയൻസ് ഒക്കെ ഏകദേശം നമ്മൾ കവർ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.